ഗുഡ് മോർണിംഗ് മദർ. ഗോഡ് ഗ്രേസ് ബി വിത്ത് യു. ജയനെ കാണാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാണ്. സോറി മദർ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഓ, ഇത് പതിവിലും കൂടുതലുണ്ടല്ലോ. ഗോഡ് ബ്ലെസ് യു. അടുത്ത മാസം ഇവിടുത്തെ 2 കുട്ടികളുടെ വിവാഹമാണെന്ന് ജ്യോതി പറഞ്ഞു. അതുകൊണ്ട് ലേശം കൂട്ടിയെന്ന് മാത്രം. ജ്യോതി ഇന്നലെ ഇവിടെ വന്നിരുന്നു. അവളുടെ വക അവളും തന്നിട്ട് പോ. ഓഹോ, ഞാൻ വരട്ടെ മദർ, അല്പം തിരക്കുണ്ട്. ജയൻ, ഒരു കാര്യം അറിയണമെന്നുണ്ട്. ഐ ഹേഡ് എ ന്യൂസ് അബൌട്ട് യു. നല്ലവനായ ജയന് ഇത് വേണോ? അത് തെറ്റില്ലേ? സ്മഗ്ലിംഗ് ഒരു തെറ്റായി ഞാൻ കരുതുന്നില്ല. ഞാൻ ആരെയും കൊള്ളയടിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല. നിയമത്തിന്റെ മുന്നിൽ ഞാനൊരു കുറ്റവാളിയായിരിക്കാം, പക്ഷേ എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ അല്ല.
മിടുക്കൻ, മിടുമിടുക്കൻ. ജീവനോടെ കിട്ടിയില്ലെങ്കിൽ അവനെ കൊല്ലമായിരുന്നില്ലേ? അവന് വെടിയേറ്റു എന്നുള്ളത് ഉറപ്പാ. ഞങ്ങൾ അവിടെ മുഴുവൻ പരതി നോക്കി. Enjoy. All of you enjoy. എന്താ അത്ര ചിരിക്കാൻ? അല്ല, ടിവിയിൽ ദീപശിഖമായി ഓടി വരുന്ന ഓർമ്മ വന്നു. വലിയ തമാശ. ഞാൻ റെഡി. ഏയ് വിഷ്ണു, പതുക്കെ പതുക്കെ. എന്താ സ്പീഡ് ഇഷ്ടമല്ലേ? അല്ല. ഒരു സ്പീഡും കൊച്ചു വർദ്ധനം തുടങ്ങി ഞാൻ വണ്ടി നടത്തി ചാടും. എന്റെ പൊന്നെ ചതിക്കല്ലേ, ജേട്ടന്റെ അസ്ഥി പോലും വെച്ചേക്കില്ല. അത് ശരി, അപ്പൊ ഞാൻ മരിച്ചോട്ടെ അല്ലേ? അയ്യോ, അത് വേണ്ട. ഞാൻ മരിച്ചിട്ട് എന്റെ ജോലി മരിക്കണം. എന്താ ഇനിയിപ്പം ചേട്ടനും അനിയത്തിയും കൂടെ യുദ്ധം നടക്കുമല്ലോ. മധ്യസ്ഥം പറയാൻ ആള് വേണ്ടേ? ഞാനും വരാം. ആ വേണ്ട വേണ്ട, എക്സാം അല്ലേ, പോയിരുന്നു വല്ലതും വായിക്കാൻ നോക്ക്. യെസ് യുവർ ഓണർ. നോട്ടി ഗോയ്. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ജ്യോതി. ഇന്നലെ രാത്രിയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞു കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് ചേട്ടന് അറിയില്ലേ? അറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്താ ചേട്ടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്റെ അടുത്തും കള്ളം പറയാൻ തുടങ്ങിയോ? എന്താ ഇത്? സത്യം പറയൂ. ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. അഡ്വക്കേറ്റ് നരേന്ദ്രൻ ഹിയർ. ഗുഡ് മോർണിംഗ് ജ്യോതി. എന്താ പതിവില്ലാതെ കാലത്തെ ഫോൺ? സന്തോഷവർത്തമാനം വല്ലതും ആണോടി കൊച്ചേ? കല്യാണം ഉറപ്പിച്ചോ? നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെ ചൂടായാലോ? അവൻ ഉറക്കം ഒഴിയുന്നതും കഷ്ടപ്പെടുന്നതും എല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ഞാനിപ്പോ വന്ന് അവനോട് എന്തു പറയാനാ? അത്രയ്ക്ക് എന്താ കൊച്ചേ സീരിയസ്? നീ നിന്റെ ഒരു ചേട്ടനും. ഓ റിയലി? ഞാനിതാ വരുന്നു. ആവശ്യത്തിലധികം സമ്പാദിച്ചല്ലോ, ഇനി ഇതങ്ങ് ഉപേക്ഷിക്കരുത്. അതങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കും? എത്ര നാളത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായി ഇതിന്റെ പിന്നിലുള്ളത്. എന്റെ ഇത്രയും നാളത്തെ സമ്പാദ്യമാ അവൻ ഒറ്റയടിക്ക് തട്ടിയെടുത്തത്. അതും സഹിച്ച് പേടിച്ചിരിക്കാൻ എന്നെ കിട്ടില്ല. പിന്നെ എന്തോന്ന് ചെയ്യാനാ ഭാവം? നഷ്ടപ്പെട്ടതും അതിന്റെ ഇരട്ടിയും ഞാൻ തിരിച്ചു പിടിക്കും. ജയൻ ആരാണെന്ന് അവൻ അറിയും. ജീവൻ പണയം വെച്ചുള്ള കളിയായത്. ചേട്ടൻ ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഇക്കാര്യത്തിൽ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട. ഓഹോ, പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആര് വിളിപ്പിച്ചു? ഇവളുടെ പണിയല്ലേ. ദേ, കേസില്ല വക്കീലന്മാരോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്. തന്റെ കാശൊന്നും കണ്ടോണ്ട് വന്നവനല്ല ഈ നരേന്ദ്രൻ. അറിയാമേ അറിയാമേ. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നത് നിന്റെ ചില നല്ല ഗുണങ്ങൾ കണ്ടിട്ടാ. കിട്ടുന്ന കാശ് മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനുള്ള നിന്റെ സന്മനസ്. കാലത്തെ വന്നിരുന്ന് പോച്ചയടിക്കാതെ വക്കീലേ. ഐ ആം ടോക്കിംഗ് സീരിയസ്ലി. ശരി, നീ സീരിയസ് ആണെങ്കിൽ ഞാനും സീരിയസ്. പറ കേക്കട്ടെ. കക്കാൻ വരുന്നത് കാളിംഗ് ബില്ല് അടിച്ചിട്ടാണോടാ മമ്മ? അയ്യോ എന്റെ ആശാന് വിവരമില്ലല്ല.
നമ്മുടെ ഒരു സാധാരണ കളവല്ല, മുഖം മൂടിക്കൊള്ള. എന്തിനാടാ ഈ തണ്ടടേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടാണോടാ ഈ മുഖം മൂടിക്കൊള്ള? എന്റെ പൊന്നാശാനെ, ഈ വീട്ടിൽ ഒരു തന്തേ മോള് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ഞാൻ ബെല്ലടിക്കും. ചാക്കടിക്കോ? ഒറ്റ വെച്ചാൻ മണ്ട വിളക്കും. ഈ മണ്ട വിളക്കാൻ വളരെ ഈസിയാണ്. കുത്തി കുടലുമാരെ നിങ്ങളാരാ? താൻ ആള് കൊള്ളാമല്ലോടു. പേരും അഡ്രസ്സും ജാതകവും പറഞ്ഞിട്ട് ആരെങ്കിലും മോഷ്ടിക്കാൻ വരുമോടു? തേങ്ങാ തലയാ. മുഖം മൂടി കൊള്ളക്കാരെ പറ്റി പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അദ്ദേഹമാണ് ഇദ്ദേഹം, ടൊർണാഡോ കേശവൻ. തന്റെ മോളെ വിളിക്ക്, വേഗം വേണം. പേടിച്ചു പോയി. വാ. ഇത് നിന്റെ മോള്? എന്താ പേര്? സരോജിനി. ഓ, എന്റെ പേര് കോവൈ തോമസ്. ഇതിന്റെ പേര് വാക്കിംഗ് ടിക്ക്. ആശാനെ, നമ്മൾ ഇവിടെ വന്ന് ശൃംഗരിക്കാനോ കൊള്ളയടിക്കാനോ? ശൃംഗരിക്കാൻ. പൊന്നുംകുടം പോലുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാനങ്ങ് മറന്നുപോയി. മുടിക്കാം. മൊബൈൽ സ്വർണ്ണക്കട അടിക്കടി വേഗം. പയ്യ പറ, പേടിക്കും. അഴിക്കുമോളെ, ഇല്ലെങ്കിൽ കൊല്ലും. ഞാനാരാണെന്ന് അറിയാമോ? ആരാ? ആരാണ്? ഞാനാണ് ഒറിജിനൽ ടൊർണാഡോ കേശവൻ. ടൊർണാഡോ കേശവൻ. ഹായ് ജ്യോതി. എന്താ വിഷ്ണു കാട്ടുന്നേ? ചേട്ടൻ എങ്ങാനും കണ്ടുകൊണ്ട് വന്നാ? നമ്മുടെ കല്യാണത്തിന് ചേട്ടന്റെ പച്ചക്കൊടി കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തിനാ ചേട്ടനെ പേടിക്കണം? ആ കളി വേണ്ട. വേവോളം കാക്കാമെങ്കിൽ. ആറോളം കാക്കാനുള്ള ക്ഷമയില്ലെന്ന് വെച്ചോ. അതുമല്ല, ഇത് ആറ്റി തണുപ്പിക്കേണ്ട കാര്യവുമല്ല. നല്ല ചൂടോടെ. അതിന് എന്നെ കിട്ടില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണക്കാര്യം പറയാൻ തന്നെ ഞാനും വന്നത്. എന്നാലേ എന്റെ പൊന്നുമോൻ നല്ല കുട്ടിയായിട്ട് ഹോളി പോയിരുന്നല്ലേ. ജ്യോതി, 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 ജ്യോതി. അവിടുന്ന് You are beautiful. മുഖസ്തുതി പിന്നെ. ആദ്യം വന്ന കാര്യം പറയും. എക്സാം കഴിഞ്ഞു. പാസ്സാവോന്നും അറിയാം. ചുരുക്കത്തിൽ വിഷ്ണു കെമിക്കൽ എഞ്ചിനീയറായി. ഇനിയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം. എല്ലാത്തിനും നിന്റെ ചേട്ടനെ ആശ്രയിക്കരുത്. നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്ക്. നക്കാപ്പിച്ച ശമ്പളം കിട്ടും. അതിന് ഞാനില്ല. പിന്നെന്താ വിഷ്ണുവിന്റെ പ്ലാൻ? സ്വന്തമായി ഒരു കെമിക്കൽ ഫാക്ടറി ആരംഭിക്കണം. അതിന് ചേട്ടനോട് പറഞ്ഞ് പണം വാങ്ങണം. വാങ്ങാം. യു ആർ എ ഡാർലിംഗ്. ഈ കൊഞ്ചലൊന്നും വേണ്ട. എത്ര വേണ്ടി വരും? ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു 2 lakhs. ബാക്കി ലോണും സബ്സിഡിയും. ഓക്കെ ഓക്കെ. നൗ ലെറ്റ്സ് ഗോ ഔട്ട്. ഹോളണ്ടിൽ നിന്ന് ഗജരാജനായി ഒരു കൊറിയർ വരുന്നുണ്ട്, ഒരു ഡയമണ്ടുമായി. നീ എങ്ങനെ അറിഞ്ഞു? കസ്റ്റംസിൽ നിന്ന് കിട്ടിയ വിവരമാണ്. പ്രിവന്റീവ് ഓഫീസർ ചന്ദ്രൻ പറഞ്ഞു. ഹോളണ്ടിൽ നിന്നാണെങ്കിൽ വില കൂടിയ കല്ലുകളായിരിക്കും. അതെ സർ, 2 കോടി മതിപ്പുള്ള രത്നം. കൊറിയർ ഒരു വെള്ളക്കാരിയാണ്. ഗ്രീൻ ചാനലിലൂടെ കസ്റ്റംസ് ക്ലിയറൻസിന് ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. എന്നാ വരുന്നത്? അടുത്ത തിങ്കളാഴ്ച. ഓക്കെ, ചന്ദ്രനെ ഞാൻ കണ്ടോളാമെന്ന് പറയും. ശരി സർ. Thank you.
Tell me, where is the diamond? ഇനി പരിശോധിക്കാൻ ഒരു ഇടവുമില്ല സാർ. കിളവിയാള് ഭയങ്കരിയാ. എത്ര ചോദിച്ചിട്ട് പറയുന്നില്ല. അത് ഇവള് തത്ത പറയുന്നത് പോലെ പറയും. ഇപ്പൊ കണ്ടോ? A nice beauty treatment. Don't do it. I will tell her the diamond. Then tell me. Call a lady. I will tell her. Kelly, don't try to cheat me. സാറിന് കാര്യം മനസ്സിലായില്ലേ? നമ്മളോട് പറയാൻ പറ്റാത്ത വിധത്തിലാണ് മറാം. നീ പോയി ട്രീസിയെ വിളിച്ചോണ്ട് വാ. Come on. 2 കോടി വിലയുള്ള രത്നം. ഇതോടെ മഹാരാജ രത്നസിംഹുമായുള്ള നമ്മുടെ ബന്ധം തകരും. അടുത്ത മാസമല്ലേ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം? വിവാഹമോതിരത്തിനുള്ള കല്ലായിരുന്നത്. അത് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിരുന്നതാണ്. സിംഗ് ഇണങ്ങിയാ നക്കിക്കൊല്ലും, പിണങ്ങിയാ കുത്തിക്കൊല്ലും. സിംഗ്ജിയെ പിണക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തു ചെയ്തും കല്ല് സമയത്തിന് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം. അതിനെന്താണ് ഒരു വഴി? ജയൻ കൈക്കലാക്കിയത് കനകക്കട്ടയല്ല, കനൽക്കട്ടയാണെന്ന് അവൻ മനസ്സിലാക്കണം. അവരെവിടെ? അടുത്ത മുറിയിലുണ്ട് സാർ. അനാവശ്യമായി ഉപദ്രവിക്കരുത്. അവരെ ബോംബെയിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഈ ഒരു ട്രിപ്പിന് 2 ലക്ഷം രൂപയാണ് മദാമയുടെ ഫീസ്. അത് മാത്രമല്ല, അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കണം. ശരി സാർ. ഒന്ന് വിടണ്ട മനുഷ്യ, ശൃംഗരിക്കാൻ കണ്ട നേരം. എപ്പ വന്നാലും ദുർമുഖം, അലവലാതി. കെട്ടിയോൻ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ, ഒരല്പം റൊമാൻസ് ഒക്കെ വേണ്ടി. കൺട്രി ഇവിടെ ഇപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. ഒരാഴ്ച ഞാൻ എങ്ങനെ കഴിഞ്ഞെന്ന് നിങ്ങൾ തിരക്കിയോ? അത് തിരക്കാതിരിക്കുന്നതല്ലേ ഭംഗി. ഒരാഴ്ച മുണ്ട് മുറുക്കി കൊടുത്ത ഞാൻ കഴിഞ്ഞത്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരും കത്രീ. അതിനുള്ള പ്ലാനും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ എത്ര കേട്ടതാ. കോഴിക്ക് മുല വന്നത് തന്നെ. വരാറായി. ഇതൊക്കെ എന്റെ അപ്പം തന്നതാ. ഇതൊന്നും ഞാൻ തരില്ല. പെണ്ണിന്റെ മുമ്പിൽ താണോ അവൾ തലേ കയറും. 4 കൊടുത്ത ചെരുപ്പ്.
അയ്യോ എന്റെ മാല. നിന്നെ പുലർത്താൻ തന്നെയാണ് ഞാനിത് എടുക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങണം, അതിന് കൈക്കാശ് വേണം. ഇങ്ങനെ മാറി എന്നെ കൊല്ലാതെ ഞാൻ തരില്ല. ആർക്ക് വേണോടി നിന്റെ കാപ്പടത്തിന്റെ മാല? ഒരു അഡ്ജസ്റ്റ്മെന്റ്. ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇതിലും വലുതൊന്നും വാങ്ങിച്ചു തരൂ. ഈ ചക്രവാക്കി എത്ര കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നതാ. ദുഷ്ടൻ. ദുഷ്ടനോ? എന്നെയോ? കേവലം ഈ മാലയ്ക്ക് വേണ്ടി ദുഷ്ടന്? അയ്യോ എന്റെ മാല. അമ്മ മാല. ദുഷ്ടൻ. ഉടനെ കാണണമെന്ന് ഫോൺ ചെയ്തല്ലോ, എന്താ കാര്യം? ഒരു സമ്മാനം തരാൻ. ഞാൻ എന്നും ചോദിക്കാറുള്ള സമ്മാനമാണോ? അതെ. ഹോ, ഇപ്പോഴെങ്കിലും മനസ്സ് നലിഞ്ഞല്ലോ. അത് വരട്ടെ, ഈ കള്ളക്കളി എന്റെ അടുത്ത് നടപ്പില്ല. ഛേ, പിന്നെന്ത് സമ്മാനം? ഞാൻ ചോദിച്ചത് 2 ലക്ഷം. അത് തികയില്ല. ഒരു ഫാക്ടറി തുടങ്ങാനല്ലേന്നും പറഞ്ഞ് ചേട്ടൻ തന്നതാ. നിന്റെ ചേട്ടനോടുള്ള കടപ്പാട് അനിയത്തിയോട് തീർത്താ മതി. വിഷ്ണുവിന് സ്വന്തം കാലിൽ നിൽക്കാറായി, ആരെയും ആശ്രയിക്കാതെ. അതായത് ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്ന്. ഞാൻ റെഡി. ഇരിക്കാൻ പറഞ്ഞ് കിടക്കുന്ന വർഗം. പെണ്ണിനെ ഈ വിധത്തിൽ സൃഷ്ടിച്ച ദൈവത്തിന് പറയണം. ക്ഷമിക്കില്ലേ ഒരു അതിര്? ഇനി അധികം ക്ഷമിക്കണ്ട, ഒരു നാള് കുറിച്ചാ മതി. ഞാൻ ഇന്നേ തയ്യാർ. നീ നിന്റെ ചേട്ടനും പറയുന്ന അടുത്ത നിമിഷം നമ്മുടെ കല്യാണം. എങ്കിൽ നമുക്ക് ചേട്ടനെ കാണാം. ഇപ്പൊ തന്നെ കാണാം. അന്ന് ജ്യോതി പറഞ്ഞ 2 പെൺകുട്ടികളുടെ വിവാഹം ഈ ആഴ്ചയാണ്. തീർച്ചയായും വരണം. ഞാൻ ശ്രമിക്കാം. വന്നില്ലെങ്കിലും വഴക്ക് പറയരുത്. പാവങ്ങൾ അനാഥ കുട്ടികളായി എന്റെ അടുത്ത് വന്നതാണ്. കൊള്ളാവുന്ന 2 ചെറുപ്പക്കാർ അവരെ കല്യാണം കഴിക്കാൻ തയ്യാറായി. സ്ത്രീധനവും കുടുംബ പാരമ്പര്യം ഒന്നും നോക്കാതെ. നമ്മുടെ നാട് നന്നാകുന്ന ലക്ഷണം ഉണ്ടല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ജ്യോതിയോടെങ്കിലും കല്യാണത്തിന് വരാൻ പറയണം. പറയാം മദർ. ജയൻ ഹിയർ. ഞാൻ ഉടനെ എത്താം. പിന്നെ നമ്മുടെ മദർ അൽഫോൺസ് വന്നിരുന്നു, ഓർഫനേജിലെ കുട്ടികളുടെ കല്യാണം വിളിക്കാൻ. എടി പെണ്ണെ, കിടന്ന് ബഹളം വെക്കാതെ. ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആയാലും അവൻ നിന്നെ ഇട്ടേച്ച് പോവില്ല. ഇനി അഥവാ അവൻ പോയാലും അവനെ തൂക്കിയെടുത്ത് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിടുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. ഓക്കെ. പുറത്തു പോയി സാർ. അപ്പൊ നീ എന്റെ കൂടെ വാ. നേരെ വീട്ടിലേക്ക്. ശരി സാർ.
തോന്നില്ല. മനഃപൂർവ്വമായിരിക്കും. നിന്റെ ചേട്ടൻ പെങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഊണില്ല, ഉറക്കമില്ല, 24 മണിക്കൂറും തിരക്ക്. വിഷ്ണു, നമുക്ക് ചേട്ടന്റെ ഓഫീസ് വരെ പോവാം. പോകാം. ഞാൻ ചെവിക്ക് പിടിച്ച് പൊക്കിക്കൊണ്ട് വരും. കണ്ടോ? നമ്മുടെ ചതുരംഗ കളിയിൽ കരുക്കൾ നീക്കാൻ നിനക്കിനി കള്ളികളില്ല. അടിയറവ് പറയുകയല്ലാതെ വേറെ വഴിയില്ല. എവിടെയാ ഡയമണ്ട്? പറയടാ, പറയടാ, പറയടാ. ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ നിഷേധിക്കാനാവാത്ത തെളിവുകൾ വേണം. ഗജരാജ് എന്റെ ചേട്ടനെ ക്രൂരമായി കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് സാർ. ഹലോ, CI സ്പീക്കിംഗ്. വേണ്ട പോലെ ചെയ്യാം. ഓക്കെ, സീ യു. വരൂ. നിങ്ങളുടെ മാത്രം മൊഴിയെ വിശ്വസിച്ച് നടപടിയെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ആ തെളിവിന് കൊറാബറേഷൻ വേണം. അതായത് ഇനി ഒരു സാക്ഷി. ഉണ്ട് സർ. വിശ്വസിക്കാൻ പറ്റുന്ന മാന്യനായ ഒരു വ്യക്തി ആയിരിക്കണം. എന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു, കെമിക്കൽ എഞ്ചിനീയർ. നിങ്ങളുടെ നിയമം പറയുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന മാന്യനായ വ്യക്തി. ഓഹോ, അയാളും ദൃക്സാക്ഷിയാണല്ലേ? വിഷ്ണുവിനെ വിളിപ്പിക്കാൻ സാർ. ഞാൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി സത്യമാണെന്ന് വിഷ്ണു പറയും. ധൃതി പിടിക്കാതെ. നിയമത്തിന് അതിന്റേതായ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് വാങ്ങും. ശരി സാർ. ഇവരോടൊപ്പം വന്ന ആ ചെറുപ്പക്കാരനെ ഇങ്ങ് വിളിക്കുക. ശരി സാർ. ഇവർ പറഞ്ഞ മിസ്റ്റർ വിഷ്ണു അല്ലേ? അതെ സാർ. താങ്ക് യു. മിസ് ജ്യോതി, അവരുടെ ചേട്ടൻ കൊല ചെയ്യപ്പെട്ടതിന് ദൃക്സാക്ഷിയാണെന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ശരിയാണ് സാർ. ജ്യോതി മാത്രമല്ല, ഞാനും എന്ന് ദൃക്സാക്ഷിയാണ്. മിസ്റ്റർ ഗജരാജാണ് കൊലപാതകി എന്നും സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഗജരാജും ജയനും ബദ്ധശത്രുതയിലാണെന്ന് ജ്യോതി എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജ്യോതിക്കും ഗജരാജിനോട് ശത്രുത കാണുമല്ലോ? തീർച്ചയായും. ഗജരാജ് ജയനെ കൊല്ലുന്നത് നിങ്ങൾ നേരിൽ കണ്ടോ? ഇല്ല സാർ. പിന്നെ ഞങ്ങൾ കാറിൽ വരുമ്പോ ജയൻ റോഡിൽ മരിച്ചു കിടക്കുന്നു. അതാണ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്. കൊല നടക്കുന്നത് ജ്യോതി നേരിൽ കണ്ടു എന്ന് പറയുന്നത്? ജ്യോതി കണ്ടിരിക്കാം, പക്ഷേ ഞാൻ കണ്ടില്ല. ഞാൻ കാണുമ്പോൾ ജയൻ റോഡിൽ മരിച്ചു കിടക്കുന്നു. കുറെ ആളുകൾ ഒരു കാറിൽ സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്നു. അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല, സംഭവ സ്ഥലത്ത് നല്ല ഇരുട്ടായിരുന്നു.
ഒന്നും വ്യക്തമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എടാ, നന്ദികെട്ട നായേ. നിന്നെ ഞാൻ- ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായടാ. നിന്നെ ഈ നിലയിലെത്തിച്ച് എന്റെ ചേട്ടനെതിരെ തന്നയ്ക്കാൻ മറക്കാത്തവൻ. Bloody bastard. ആ പയ്യൻ ബുദ്ധിമാനാ. SI കൊണ്ട് കാര്യം പറയിപ്പിച്ചപ്പോ സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കി. നിങ്ങളെയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? മിടുക്കൻ, ജീവിക്കാൻ പഠിച്ചവൻ. മിടുക്കൻ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയർ ആവുമോ? നീ കെമിക്കൽ എഞ്ചിനീയർ ആണോ? അതെ, ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ഫാക്ടറി ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തിനു ചെറുതാക്കുന്നു? ഒരു വലിയ ഫാക്ടറി തന്നെ ആരംഭിക്കാം. കോടികൾ സമ്പാദിക്കാവുന്ന ഫാക്ടറി. എന്തു പറയുന്നു? സാർ ആരാണെന്ന് എനിക്കറിയാം. കോടീശ്വരൻ. എനിക്ക് തരുന്ന ഈ സഹായത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. Then we are partners. Okay? ആ, വിഷ്ണുവിനെ പരിചയപ്പെടുത്തിയത് ഞാൻ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായി. ഞാൻ ഔട്ട്. അതെങ്ങനെ? പോലീസിന്റെ ഒത്താശയില്ലാതെ ഇത്തരം ഫാക്ടറികൾ നടത്താനൊക്കുമോ? മൂന്നാമത്തെ പാർട്ട്ണർ മിസ്റ്റർ പ്രഭാകരൻ. എനിക്ക് പാർട്ട്ണർഷിപ്പ് ഒന്നും വേണ്ട. എന്റെ പങ്ക് അപ്പൊ എനിക്ക് കിട്ടിയാൽ മതി. നമ്മുടെ ഫാക്ടറിയുടെ പ്രോഡക്ട്സ് ഹീറോയിനും ബ്രൗൺ ഷുഗറുമാണ്. അതുണ്ടാക്കേണ്ട ഫാക്ടറിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ പറ്റുമോ? അത് വലിയ കോംപ്ലിക്കേറ്റ് പ്രോസസ്സാണ് സാർ. മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. വിഷ്ണുവിന്റെ ബുദ്ധി, എന്റെ പണം, പ്രഭാകരന്റെ പദവി, ഇനിയെന്ത് വേണം? സന്തോഷത്തിനായി ഒരു സെലിബ്രേഷൻ. Done. ചന്ദ്രൻ, for the success of our venture, okay? Cheers. എന്നെ അറിയുമായിരിക്കും. ഓ, ചത്തുപോയ കള്ളക്കടത്തുകാരൻ ജയന്റെ പെങ്ങൾ. അറിയാം. ആ ജയൻ ഒരു നായ വളർത്തിയിരുന്നു. നന്ദി കെട്ട നായ. അതിനെ അറിയുമോ? ഹോ, തമാശ. എടി, നിന്റെ ചേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ എന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു. ഒരു കെമിക്കൽ എഞ്ചിനീയർ ചുളുവി തട്ടിയെടുക്കാൻ. ഒരു കള്ളക്കടത്തുകാരന്റെ പെങ്ങളെ ചുമന്നുകൊണ്ട് നടക്കാനുള്ള ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. You bloody... തെരുവിൽ കിടന്ന് നായ്ക്കളെ പോലെ തമ്മിൽ തല്ലിച്ചത്ത ഒരുവന് വേണ്ടി കോടതി കയറാനും സാക്ഷി പറയാനും എനിക്ക് നേരമില്ല. ഞാനിന്ന് ആരാണെന്ന് അറിയാമോ? ലക്ഷങ്ങളുടെ അധിപൻ, ഒരു വലിയ ഫാക്ടറിയുടെ ഉടമ. നിന്റെ നേഴിന് പോലും എന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. പഴയ ബന്ധം സ്ഥാപിക്കാൻ ഇനി ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? ബൈ. ശത്രു ചതിക്കും. പക്ഷെ സ്വന്തമെന്ന് കരുതിയ വിഷ്ണുവിന്റെ വഞ്ചന. അവനെ നശിപ്പിക്കണമെന്ന് നിന്നേക്കാൾ കൂടുതൽ വാശിയും വൈരാഗ്യവും എനിക്കുണ്ട്. എന്നിട്ടും അടങ്ങിയിരിക്കാൻ എന്നെ നിർബന്ധിക്കുന്നത്? അടങ്ങിയിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, അവസരം കാത്തിരിക്കാനാ. അവനെ എതിർക്കാൻ ശക്തമായൊരു സംഘടനയുടെ പിൻബലം വേണം. മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ജയന്റെ സ്ഥാനത്ത് ഇനി നീ ആയിരിക്കണം. മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് ബുദ്ധി. അത് നന്ദികേടാവില്ലേ? ജയൻ സാർ നമ്മളെ സഹോദരന്മാരെ പോലെ സ്നേഹിച്ചല്ലേ? ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ് നമ്മൾ. ഒരു വശത്ത് പോലീസ്, മറുവശത്ത് ഗജരാജിന്റെ ഗുണ്ടകൾ. തടി തപ്പാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? പോലീസിന് കീഴടങ്ങിയാൽ ചെയ്ത കുറ്റത്തിന് കമ്പിയെണ്ണും. ഗജരാജിന്റെ കൂടെ കൂടുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ആ നന്ദികേടിന് ഞാനില്ല. നീ പോടാ. ഒരു അടി പോലും താങ്ങാൻ ഹെൽപ്പില്ലാത്ത പീക്കിരിപ്പന്നിന്റെ കൂടെ പോ. കെൽപ്പില്ലാത്തത് ആർക്കാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചേട്ടനില്ലാത്ത കുറവ് ഞാൻ നികത്തും. അത് വിശ്വാസമുള്ളവർക്ക് മാത്രം എന്റെ കൂടെ നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ജയൻ സാറ് ഞങ്ങൾക്ക് ദൈവമായിരുന്നു. എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ എങ്ങും പോകുന്നില്ല. അപ്പോഴേ വരുത്തനാണോ? അല്ല, പോക്കൻ. അല്ല, ഇവിടെയെങ്കിലും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ ഇവിടെ പോക്കനാണെന്ന് പറഞ്ഞത്. വഴിപോക്കൻ. ഇവിടെ വന്നത് ബിസിനസ്. എന്ത് ബിസിനസ് ആണാവോ? കൊടുക്കൽ വാങ്ങാൻ. ഓഹോ, അതായത് വില കുറച്ച് കിട്ടിയാൽ എന്തും വാങ്ങും, കൂട്ടി കിട്ടിയാൽ എന്തും കൊടുക്കും. എന്തും എന്തും
ചുറ്റേടി വള്ളി കാലി ചുറ്റി. വള്ളിയോ വെള്ളിയോ? നല്ല അസൽ തങ്കം. കൈവശമുണ്ടോ? എന്താ വേണോ? വില കുറച്ച് കിട്ടിയാൽ മാർക്കറ്റ് റേറ്റിലും കുറച്ചായാലോ? അപ്പൊ കച്ചവടം ഉറപ്പ്. വെൽ ഡൺ. വന്നാട്ടെ വന്നാട്ടെ. നല്ല പത്തരമാറ്റ് തങ്കം, മെക്കനാസ് ഗോൾഡ്. അതുകൊണ്ടല്ലേ ആശാൻ വില കുറച്ച് തരുന്നത്. സാറിന്റെ ഒരു ഭാഗ്യം. നല്ല പത്തരമാറ്റ് ഈയം. ഇങ്ങോട്ട് മാറി നിൽക്കേണ്ട രണ്ടുപേരും റാസ്കൽസ്. അധികാരം പറച്ചിൽ കേട്ടാ വലിയ പോലീസാണ് തോന്നുന്നില്ല. തൊപ്പിയില്ല പോലീസ്. തൊപ്പി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ കാണിച്ചതാടാ. അയ്യിരുന്നിട്ടോ. എടാ കഴുകേറി കള്ളസ്വർണ്ണം വിൽക്കാൻ കണ്ടത് പോലീസിനാണോടാ? നീ എന്നെ തീണ്ടിക്കും. രണ്ടും മിണ്ടിപ്പോരുത്. 20 സൈഡുകൾ അറസ്റ്റ്. നിങ്ങളെപ്പറ്റി നിറയായി കംപ്ലൈന്റ്. മസ്തിയിലൊന്നും തപ്പാനിറങ്ങിയതാ. CBI സ്റ്റൈല്. ആദ്യത്തെ വീശിൽ നിന്ന് മെയിൻ വലയിൽ രണ്ട് സ്റ്റേഷനിലേക്ക്. അതൊക്കെ ഇരുകൂട്ടർക്കും ബുദ്ധിമുട്ടല്ലേ സാറേ? ഒരു കോംപ്രമൈസ് ആയാലോ? എങ്ങനെ? സാറിന്റെ ബുദ്ധിമുട്ടിനുള്ള കോമ്പൻസേഷൻ ആശാൻ തരുന്നു. സാറ് കോംപ്രമൈസ് ആവുന്നു. കോമ്പൻസേഷൻ കംഫർട്ടബിൾ ആണെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ വിരോധമില്ല. ഓക്കെ. സാർ ഒറിജിനൽ പോലീസ് തന്നെ. അതെ. ഹെൽപ്പ് പണ്ണണം. വേണ്ട വേണ്ട വേണ്ട. ശരി. കൈക്കൂലി കൊടുക്കാൻ കള്ളനോട്ടോ? ഇത് റിസർവ് ബേബി ഓഫ് ഇന്ത്യ ആണല്ലോടാ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് സാറേ. എന്റെ പൊണ്ണ് സാറേ, ആശാന്റെ കഴുത്തിൽ സ്വർണ്ണമാരെടുത്തോ? രക്ഷപ്പെടണമെങ്കിൽ കഴിച്ച കിടക്കുന്ന മാലയങ്ങൂര്. എന്റെ പൊന്ന് സാറേ, അത് മാത്രം പറയരുത്. പട്ടിണി കിടന്നാ കൂടെ പണയം വെക്കാത്ത മാലയാ. മരിച്ചുപോയ എന്റെ അമ്മ തന്നതാ. അത് ഞാൻ ഊരുമില്ല. എനിക്ക് വേണ്ട. മാലയും കഴുത്തിലിട്ടോണ്ട് കമ്പി. അയ്യോ, അതേതായാലും വേണ്ട. മീശ പറിക്കലും മൂത്രം കുടിപ്പിക്കലും അയ്യോ ഓർക്കാനേ വയ്യ. മാല തരാ. എടാ അമ്മൂ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മാ അമ്മാ മണ്ണിച്ചുങ്ങമ്മാ, വേഗം എടുക്കടാ മാല. ഇന്ന മേലാളിയിൽ ഏരിയയിലെങ്ങാനും രണ്ടിനെയും കണ്ടാൽ സാറേ ഒന്നിങ്ങ് വന്ന് ഈ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുപോയിക്കോ. പോ. എടാ ഗുരുദ്രോഹി, കൂടെ ഇരുന്ന് കുഴി തോണ്ടുന്ന തെണ്ടി, എന്റെ കഴുത്തിൽ മാലയുണ്ടെന്ന് നീ എന്തിനാണ് അവനോട് പറഞ്ഞത്? ആശാന്റെ മാല പോയി പോട്ടാശാന് ശിക്ഷന് ജയിലിൽ കയറുന്നതായല്ലോ. എന്നാ ജയിൽ എന്താണെന്ന് ഇപ്പൊ നിനക്ക് ഞാൻ കാണിച്ചുതരാം. അയ്യോ, നിന്റെ മീശ ഇന്ന് ഞാൻ പറയും. മീശ ഇല്ലല്ല, എന്നാ മൂത്രം. അയ്യോ, എന്താ ഭാസ്കര? മഹാരാജ രത്തൻ സിംഗ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എവിടെയാണ് ക്യാമ്പ്? ഗജരാജിന്റെ ഗസ്റ്റ് ഹൗസിൽ. നമുക്ക് അങ്ങോട്ട് കടക്കാൻ സാധ്യമല്ല. മഹാരാജാവിന് ഇന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. നമ്മുടെ അവസാനത്തെ ചാൻസ് ആണിത്. ഇത് പാഴാക്കിയാൽ രത്നം പോയത് തന്നെ. Hello, nice to meet you. Thank you. Please be seated. Thank you. Nadraj? I have never seen such a flawless stone. Really worth 2 crores. Who is this man? Oh, I'm sorry to introduce you. Meet Mr. Bhaskar Rao, our best friend. Acha?
വെരി ഗ്ലാഡ് ടു മീറ്റ് യു. Cheers for the happy married life of your daughter. Thank you, my dear friend, especially for the diamond. It's a marvelous one.
क्या करते हैं तुम? ഒരു പുതിയ കളി. एक नया खेल. अच्छा, അച്ഛനല്ല, അമ്മ. क्या बोला? നിന്റെ അമ്മയുടെ 16. मतलब? ചുപ് രഹോ. അഭി ശുരു കിയാ ഖേൽ. ഞാൻ പറഞ്ഞില്ലേ ആ പുതിയ കളി. പൊന്നു മോൻ ഉറങ്ങിക്കോ. സോ ജാओ मेरे लाडली. गुड नाइट. स्वीट ड्रीम्स. No, you don't cross me. You arranged that girl. Now you got both money and the diamond. Please believe me. Never again, you bastard. I will destroy you. Mind it. എന്ത് പറഞ്ഞിട്ടും ആ തന്തയില്ലാത്തവൻ വിശ്വസിക്കുന്നില്ല. ആരാണവൾ? ഹലോ, ഗജരാജ്. ഞാനാണ്. മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയി എന്ന കഥ കേട്ടിട്ടുണ്ടോ മിസ്റ്റർ ഗജരാജ്? ആരാടി നീ? ഡാൻസർ, കാബറെ ഡാൻസർ ജ്യോതി. മനസ്സിലായില്ലേ? ജയന്റെ പെങ്ങൾ ജ്യോതി. നിനക്ക് ഡയമണ്ടും നഷ്ടപ്പെട്ടു, ആ ജന്മ ശത്രുവിനെയും കിട്ടി. ഓക്കെ, വി മസ്റ്റ് മീറ്റ് അഗൈൻ. അവൾ മറ്റാരുമല്ല, ജയന്റെ പെങ്ങൾ ജ്യോതി. ജ്യോതിയോ? മദർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? നല്ലവർക്കെന്നും ദുഃഖങ്ങളേ ഉള്ളൂ. പാവം ജയന്റെ അന്ത്യം. ഇനി ആ ആത്മാവിന്റെ തൃപ്തിക്ക് എന്തെങ്കിലും ചെയ്യാനേ എന്നെ കൊണ്ടാവൂ. മദർ ഇത് വാങ്ങണം. ഞാൻ വരട്ടെ മദർ. ഞാൻ പ്രാർത്ഥിക്കാം. എവിടെയടി ഡയമണ്ട്? നീ വലിയ മിടുക്കിയാണല്ലേ. എവിടെയടി ഡയമണ്ട്? എനിക്കറിയില്ല. എന്റെ ക്ഷമ പരിശോധിക്കരുത്.
മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഇവളെ രക്ഷിക്കാൻ ആർക്കും തോന്നിയില്ലല്ലോ. ഹലോ ഹലോ. നത്തിങ് ടു വറി. നോ, ഷീ ഈസ് ഓൾ റൈറ്റ്. ഓക്കെ. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുക്കണം. എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. എനിക്കൊന്നും സംഭവിച്ചില്ല. പിന്നെ ഈ പരിക്കുകൾ? നിങ്ങൾ നഗ്നയായി റോഡിൽ എങ്ങനെ വന്നു? അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ജ്യോതി, സത്യം മറച്ചു വെക്കരുത്. ന്യായവും നീതിയും വിറ്റ് കാശാക്കുന്ന ഇയാളോട് ഞാൻ സത്യം പറയണോ? അതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. അത് മനുഷ്യരോട്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഓർമ്മ വേണം. എന്നെ ഭയപ്പെടുത്തുന്നോ? അന്ന് എന്റെ ചേട്ടനെ കൊന്നപ്പോ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു. പക്ഷെ അന്ന് നിങ്ങൾക്ക് വേണ്ടത് സത്യത്തിന് കൊറാബറേഷൻ ആയിരുന്നു. നിയമത്തിന്റെ നൂലാമാലകൾ മുതലെടുത്ത് ചേട്ടന്റെ കൊലയാളിയെ നിങ്ങൾ രക്ഷപ്പെടുത്തി. നിയമത്തിനെതിരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിയമത്തെ വളച്ചൊടിക്കാം, കൊലയ്ക്കും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കാം. അതിനൊരു മറയായി കാക്കി ഉടുപ്പും നിയമവും. മനസാക്ഷിയില്ലാത്ത ജ്യോതി, റിലാക്സ്. ഇൻസ്പെക്ടർ, യു മസ്റ്റ് ഗോ നൗ. ഷീ ഈസ് വെരി മച്ച് അജിറ്റേറ്റഡ്. പ്ലീസ്. എന്നോട് ചെയ്തതിന് കണക്ക് ചോദിക്കാൻ എനിക്കറിയാം. തന്റെ അടുത്ത് എനിക്കൊരു പരാതിയുമില്ല. Get out from here. I say get out from here. എന്തായാലും ഒരു പെണ്ണിന്റെ കീഴിൽ പണിയെടുക്കുന്നത് നാണക്കേടാ. അതും നാട് മുഴുവൻ നാറിയ ഒരുത്തിയുടെ കൂടെ. ദാസൻ പറഞ്ഞത് സത്യമായിരുന്നു. അന്നേ ഗജരാജന്റെ കൂട്ടത്തിൽ ചേരാമായിരുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല. ഇനി വരാനിരിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. എന്താലോചിക്കാൻ? എവിടെയായാലും പണിയെടുക്കണം. എങ്കിലത് അഭിമാനത്തോടെ ആയിക്കൂടെ? നമുക്ക് ആ ദാസനെ പോയി കാണാം. അവൻ വേണ്ടത് പറഞ്ഞുതരും. പറഞ്ഞതെല്ലാം കേട്ടു. ഇഷ്ടമില്ലാത്തവരാരും എന്റെ കൂടെ നിൽക്കണമെന്നില്ല. പറയുന്നതിൽ വിഷമിക്കരുത്. ഈ തൊഴിലൊന്നും പെണ്ണുങ്ങൾക്ക് പറഞ്ഞതല്ല. ഇതിനിറങ്ങിയതിന്റെ അനുഭവം കിട്ടിയില്ലേ? എനിക്ക് ആരുടെയും ഉപദേശം ആവശ്യമില്ല. ദയവും പോകേണ്ടവർക്കെല്ലാം പോകാം. വടപ്പോ. മറ്റൊന്നിനുമല്ല, ഒരാശ്വാസത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത്. അതെനിക്കറിയാം. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ സൽപ്പേര് സംരക്ഷിക്കണം. ഞാനിവിടെ വരുന്നതുകൊണ്ട് തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു സ്ഥലം, അതും അനാഥ കുട്ടികൾ. ജ്യോതിയെപ്പോലെ ഒരാൾ ഇവിടെ വരുന്നത് അവരുടെ ഭാവിയെ ബാധിക്കും. മകളിൽ നടത്തുന്ന ഒരു സ്ത്രീ, കൂടാതെ ബലാത്കാരത്തിന് ഇരയായി റോഡിൽ കിടന്നുവെന്ന കുപ്രസിദ്ധിയും. അതും എന്റെ തെറ്റോ? അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ സഭയിലെ മറ്റംഗങ്ങൾ നീ ഇവിടെ വരുന്നതിനെതിരാണ്. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ജ്യോതി, മറ്റെന്തും എന്നോട് പറയുമ്പോൾ ഞാൻ സഹിക്കാം. ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് മാത്രം പറയരുത്. ചെറുപ്പം മുതൽ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടത് മദറിനെയായിരുന്നു. ജ്യോതി, മദറിന്റെ പരിമിതികൾ മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിക്കണം. ഒരു കുഷ്ഠരോഗിയെ പോലെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. അത് നിന്റെ മാത്രം അനുഭവമല്ല. ഈ അക്രമത്തിനിരയാകുന്ന മറ്റു പെൺകുട്ടികളെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? നോക്ക്. ലുക്ക് അറ്റ് ദിസ്.
തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ഇവരെ നീ സംഘടിപ്പിക്കണം. ബലാത്സംഗം ചെയ്യപ്പെടുന്നവർ, സ്ത്രീധനത്തിനായി ജീവനോടെ തീ കൊളുത്തപ്പെടുന്നവർ, അങ്ങനെ ഓരോ വിധത്തിലും പീഡിപ്പിക്കപ്പെടുന്നവർ. നോക്കിയാൽ സ്ത്രീ എങ്ങും ചങ്ങലയിൽ തന്നെ. നിന്റെ നഷ്ടം അവർക്കൊരു നേട്ടമാവണം. തലപൊക്കി അഭിമാനത്തോടെ നടക്കാൻ അവർക്ക് കെൽപ്പുണ്ടാക്കണം. ജ്യോതി, നീ വിചാരിച്ചാൽ അത് നടക്കും. നിന്റെ സഹായത്തിന് ഞാൻ എന്നും ഉണ്ടാവും. ബിലീവ് മീ. എടാ, പുതിയ ഇറക്കുമതിയാണല്ലോ. എങ്ങോട്ടാ മകളെ? എന്റെ വണ്ടി പോവാ. ഇങ്ങോട്ട് കയറിക്കട്ടെ. ഈ വണ്ടിയിലോട്ട് കയറിയട്ടെ. കറക്റ്റ് ചാർജ്. എടാ മുത്തു, എന്താ ഇവിടെ ബഹളം? അല്ല സാർ, ചാർജിനെ പറ്റി പറഞ്ഞ അല്ല, എന്താ? ഞാൻ കൊണ്ട് വിടാമെന്ന് പറയായിരുന്നു സാർ. എന്താ കുട്ടി? ഞാൻ ടൗണിൽ പുതിയതായിട്ട് വന്നാണല്ലേ? അതെ, എങ്ങോട്ടാ പോണ്ടേ? ഈ ആളിനെ കാണണം. ഈ സ്ഥലം ഞാൻ പോകുന്ന വഴിക്കാ. കയറി കയറി അവിടെ ഇറക്കി വിടാം. വേണ്ട സാർ, ഞാൻ പൊയ്ക്കൊള്ളാം. തനിച്ചോ? അതും ഈ രാത്രി വെറുതെ ആപത്ത് വലിച്ചു വയ്ക്കരുത്. കേറട്ടെ. ഛേദമില്ലാത്തൊരു ഉപകാരം ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യം? കേറ്. വന്നട്ടെ വന്നാട്ടെ. വണ്ടി വിടറ. എന്റെ കർത്താവേ. ഇതാ, എന്താ പേര്? സീത. എന്താ ഇത്ര ലേറ്റ് ആയത്? ബസ് വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ വേറെ ബസ് പിടിച്ചാ പോകുന്നത്. ഈ അഡ്രസ്സിൽ ഇന്ന് തന്നെ പോണോ? ആ, നമുക്കൊന്ന് കൂടിക്കളയാം.
ഞാൻ ചേട്ടനെ തേടാത്ത സ്ഥലമില്ല. വനിതാ പോലീസ് ആയിരിക്കും. കണ്ട അന്ന് തന്നെ ചേട്ടൻ എന്റെ മനസ്സിൽ കുടിയേറി. ആശാനെ ഇത് വട്ടുകേസാ. അതെ അതെ. ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ടൊർണാഡോ കേശവന്റെ മോള്. ചേട്ടാ, ചേട്ടനെ കൂടാതെ ഒരു ജീവിതം. ഇതൊക്കെ നിന്നെ കണ്ട അന്നേ എനിക്കും തോന്നിയതാ. പറയാൻ നിന്റെ തന്ത സമ്മതിക്കണ്ടേ? അതിനു മുമ്പേ ഇടി തുടങ്ങിയില്ലേ? അയാള് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ആശ നടക്കുവോ? എന്റെ പേര് സരോജിനി. സരോജിനി. ചേട്ടൻ എന്നെ സരോന്ന് വിളിച്ചാ മതി. സരോ ചേട്ടാ, സരോ ചേട്ടാ, സരോ. ചേട്ടാ. ഒന്ന് പോണേ. എന്റെ സരോ, സരോ. ചേട്ടാ. ഇതല്ലേ ദൈവീക പ്രേമം? അതൊക്കെ കൊള്ളാം. പക്ഷേ മൂപ്പിലാന്റെ തടി ഓർക്കുമ്പോ ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കും. ഞാൻ അച്ഛന്റെ ഒറ്റ മോളല്ലേ. എങ്കിൽ ശരി. ആ, ഇതൊക്കെ ഒറിജിനൽ അല്ലേ? അല്ല, ഈ ചെയിനും പെൻഡന്റും? ചേട്ടന്റെ അഡ്രസ് തന്നാൽ ഞാൻ അച്ഛനെ പറഞ്ഞേക്കാം. അത് വേണോ? കാര്യം നമ്മൾ തമ്മിലായാ പോരെ? അച്ഛൻ അറിയാതെ ചെയ്താൽ എന്നെ കൊല്ലും. അച്ഛൻ അറിഞ്ഞാൽ ഞങ്ങളെയും കൊല്ലും. സത്യം അറിഞ്ഞാൽ അപ്പോഴും കൊല്ലും. ആരെ? കത്രിയാണ് ചേട്ടൻ. ഒറിജിനൽ കഥകളി ഡാൻസ്. എടാ നമുക്ക് ഓണത്തിന്റെ ഇടയിൽ മാവേലി സ്റ്റോർ മാതിരി എരണം കെട്ടവനെ എന്റെ അഡ്രസ് തരാം. അടുത്ത ബുധനാഴ്ച നല്ല നേരം നോക്കി ഞങ്ങൾ ചേട്ടന്റെ വീട്ടിൽ വരും. എന്താ അഡ്രസ്? എന്റെ ഏരിയ കെയർ ഓഫ് പ്ലാറ്റ്ഫോം. വരട്ടെ ചേട്ടാ. അപ്പൊ എനിക്ക് അവളുടെ അടുത്ത ലക്ഷ്യം ഞാനായിരിക്കും. എനിക്കാകെ പേടിയാവുന്നു സാർ. ആ ഡയമണ്ട് കിട്ടാതെ അന്ന് അവളെ വിടണ്ടായിരുന്നു. ഇനി അവൾക്ക് മുൻകരുതൽ ഉണ്ടാവും. ഞാനൊരു കെണിയൊരുക്കിയാലും. എന്തായാലും ശരി, 1 മണിക്കൂറിനകം അവൾ ഇവിടെ ഉണ്ടാവണം. ജ്യോതി, ഇനി ഇവിടെ താമസിക്കുന്ന അപകടമാണ്. ഇവിടുന്ന് മാറിയേ പറ്റൂ. Oh my God. അതിന് പൊളിക്കണ്ട. ചേട്ടാ,
ഇല്ല. ഇല്ലാത്തൊരു പെണ്ണിനെ പിടിക്കാൻ കഴിവില്ലാത്തവന്മാർ. അവളെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഹാ, ഈ വീമ്പ് പറയാനല്ലാതെ കാശിന് കൊള്ളാത്ത തെണ്ടി. ആ വക്കീലാണ് അവളെ രക്ഷപ്പെടുത്തിയത്. നിനക്ക് എന്തിനും ഒരു മറുപടി കാണും. എനിക്ക് വേണ്ടത് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിവുള്ളവനെയാ. ഈ ഒരു തവണ. ഒരു തവണയോ? എത്ര തവണ? മേലിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്റെ ഫ്രണ്ടിന്റെ വീടാ. തൽക്കാലം ഇവിടെ താമസിക്കാം. ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് പെട്ടെന്ന് ആരും അറിയില്ല. കുറച്ചു നാളെങ്കിലും ഗജരാജിന്റെ കണ്ണിൽ പെടരുത്. ഞാൻ വിചാരിച്ചത് നടക്കുന്നത് വരെ. സീത എന്തിനാ തനിയെ ടൗണിൽ വന്നത്? എന്റെ അനുജത്തെ അന്വേഷിച്ച്. അതും ഒരു ദുഃഖ കഥ തന്നെ. സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ആരോ അവളെ കൂട്ടിക്കൊണ്ടു വന്നു. വീട് വിട്ടിറങ്ങിയിട്ട് 3 മാസമായി. ഒരു വിവരവുമില്ല. അനുജത്തിയെ കൊണ്ടുവന്നവന്റെ അഡ്രസ് ഉണ്ടോ? വരൂ. കൊള്ളാം. എന്താ സാർ? അവൻ ബിരുദൻ തന്നെ. കോർപ്പറേഷൻ ബിൽഡിംഗിന്റെ അഡ്രസ്സാണിത്. നിങ്ങളെ അവൻ ശരിക്കും പറ്റിച്ചു. അപ്പോ എന്റെ അനുജത്തി? സീത വിഷമിക്കാതെ നമുക്ക് അന്വേഷിക്കാം. നിന്റെ അനുജത്തി നന്ദിനി എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അതുവരെ നിനക്ക് എന്റെ കൂടെ കഴിയാം. $10,000 കുറെ കൂടുതലല്ലേ ദാമോദര? അത് ഈ കിളുമ്പ് പെണ്ണിന്. അച്ഛൻ തന്നെ പറഞ്ഞില്ലേ പെണ്ണ് കിളുന്താണെന്ന്. അതിനല്ലേ കാശ്. അല്ലാണ്ട് വല്ല മുതുക്കിയോ തള്ളയോ കൊണ്ടുവന്നിട്ടാണോ ഞാൻ ഈ തുക ചോദിക്കുന്നത്? എന്നാലും 10,000. ഇന്ന് കാലത്തായിരുന്നു കല്യാണം. താലി കിട്ടി ഞാൻ വരെ തൊട്ടിട്ടില്ല. പിന്നെ 10,000 തന്നാലെന്താ? ശരി ശരി, നീ എന്റെ പഴയ കസ്റ്റമർ അല്ലേ? വെറും കസ്റ്റമറോ? ഇവിടുള്ള പെണ്ണുങ്ങളിൽ പകുതിയെങ്കിലും എന്റെ പഴയ ഭാര്യമാരല്ലേ? അത് മറക്കരുത്. അതുകൊണ്ട് നീ പറഞ്ഞ രൂപ തരുന്നു. താലി കെട്ടിയ പെണ്ണിനെ വിറ്റ് ജീവിക്കുന്ന പെണ്ണിന്റെ കണ്ണീര് വിറ്റ് നിന്ന് കൊഴുത്തുപോയി. ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയതുപോലെ നിനക്ക് ആഭരണങ്ങൾ വേറെ. അയ്യോ, എന്നെ കൊല്ലരുത്. ഞാൻ എല്ലാം ഒരുക്കി. അയ്യോ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഞാനൊരു അവസരം തരാം. നിങ്ങളെ മുതലെടുത്തുണ്ടാക്കിയ ഇവരുടെ ആഭരണങ്ങൾ ഇതും എടുത്തോണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ. നിനക്ക് കല്യാണം കഴിക്കാൻ കൊണ്ട് ഒരാള്. കണ്ടില്ലേ നിന്റെ ഭർത്താവിന്റെ മഹിമ? ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. പൊയ്ക്കോ. അയ്യോ, ഈ കുട്ടി ഇവിടെ ഉണ്ടോ? സത്യം പറയണം. ഭഗവാനാണ് സത്യം.
ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടേ ഇല്ല? ഇല്ല, എന്നെ കൊല്ലരുത്. ഞാൻ പറയുന്നെല്ലാം സത്യമാണ്. നീ അങ്ങനെ അങ്ങ് പോയാലോ? നീ വഞ്ചിച്ച പെൺകുട്ടികളുടെ കണ്ണീരിന് കണക്ക് പറയണ്ടേ? യെസ് സർ, പത്രവാർത്ത ഞാനും വായിച്ചു. ശരി സർ. ആ സ്റ്റേഷനിലെ ചാർജ് മിസ്റ്റർ പ്രഭാകരനാണ് സർ. ഓക്കെ സർ. മിസ്റ്റർ പ്രഭാകരൻ, ഞാൻ നിങ്ങൾക്ക് പലതവണ വാണിംഗ് തന്നിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ കാണിക്കുന്ന അഴിമതി അക്രമവും മിനിസ്റ്റർ വരെ അറിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഈ കാക്കി വസ്ത്രം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, ഭീഷണിപ്പെടുത്താനുള്ളതല്ല. പോലീസ് ഓഫീസേഴ്സിന് ശമ്പളം തരുന്നത് ഗവൺമെന്റാണ്, കള്ളക്കടത്തുകാരല്ല. നോ നോ, എനിക്കൊന്നും കേൾക്കണ്ട. ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ് ടു യു. പിന്നെ ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് എനിക്ക് ഉടൻ കിട്ടണം. പത്രവാർത്ത നിങ്ങളും വായിച്ചതല്ലേ? യെസ് സർ. സർ, ഇവനൊക്കെ മുകളിലിരുന്ന് കൽപ്പിച്ചാൽ മതി, നമ്മുടെ അവിടെ നമുക്ക് അറിയും. ആരാണ് സർ ഫോണിൽ? DSP. അങ്ങനെ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഫോൺ ചെയ്തു പോലും. അയാളോട് പോയി പിടിക്കാൻ പറ സാറേ. നമ്മൾ അരിച്ചു പറക്കിയിട്ട് അവളുടെ ഒരു പൊടി പോലും കിട്ടുന്നില്ല. അതെങ്ങനെ? കുടിക്കാനും പെണ്ണു പിടിക്കാനും അല്ലേ നേരമുള്ളൂ. മിസ്റ്റർ ഗജരാജ്, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. സർക്കിൾ ഇൻസ്പെക്ടർ പേടിപ്പിക്കുന്നു. സർക്കാർ തരുന്നതിനേക്കാൾ ശമ്പളം തരുന്ന എന്നോട് വേണം നിങ്ങളുടെ ഈ വിരട്ടൽ. ഒന്ന് പതുക്കെ പറ സാറേ, ആരെങ്കിലും കേൾക്കും. ആര് കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല. ജ്യോതി അറസ്റ്റ് ചെയ്യുന്നവരെ എനിക്കൊരു സമാധാനമില്ല. ഞങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടാണോ? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ വല്ല ക്രൈംബ്രാഞ്ചോ CBIയോ അന്വേഷണം നടത്തട്ടെ. അതോടെ നമ്മളും അകത്താകും. നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിനേക്കാൾ ശക്തമായ ഒരു സംഘടന ഗജരാജനും ഇല്ലേ? നിങ്ങൾക്കും അവളെ അന്വേഷിക്കാമല്ലോ. എടോ, ശ്രമിക്കാഞ്ഞിട്ടല്ല, അവളുടെ ഒളി സംഗതം പിടികിട്ടണ്ടേ? അവനവന്റെ കഴിവ് കേടുന്ന് മറ്റുള്ളവന്റെ പുറത്ത് കുതിര കയറുക കൊള്ളാം. നമ്മൾ പരസ്പരം കലഹിക്കാനുള്ള സമയമല്ലത്. പൊതുശത്രുവായ ജോലിക്കെതിരെ നമ്മൾ ഒന്നിച്ചിരിക്കണം. അതെ, അവരവരുടെ വഴിക്ക് അവളെ അന്വേഷിക്കുക, കണ്ടുപിടിച്ച് നശിപ്പിക്കണം. സാർ, അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസിന് ഒരു വിവരവും കിട്ടിയിട്ടില്ല. നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. നീ ഭയപ്പെടാതെ. ഇവിടം വിട്ട് പുറത്തിറങ്ങിയിട്ട് ആഴ്ചകളായി. ഒരു വിധത്തിൽ അതും നല്ലത് തന്നെ. അത്രയും ജോലി കൂടുതൽ നടക്കുമല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു ജീവിതം, അതും ഒരു പെണ്ണിനെ പേടിച്ച്. നിനക്ക് പണമല്ലേ മുഖ്യം, അപ്പൊ ഇങ്ങനെയൊക്കെ വേണ്ടിവരും. ഇവിടെ എന്താ ഒരു കുറവ്? എല്ലാ സൗകര്യവും ഉണ്ടല്ലോ അല്ലേ? തണ്ണി പെണ്ണ്. ആ, ഈ ലോട്ടിൽ എത്ര ഫ്ലാസ്കുകൾ അയക്കാം? 5000 പീസ് റെഡിയാണ് സാർ. അപ്പോ ഒരു 500 പീസിലെങ്കിലും ബ്രൗൺ ഷുഗർ കടത്താമല്ലോ. പിന്നെന്താ, അടുത്ത പ്രാവശ്യം മുതൽ എല്ലാ പീസിലും അയക്കാമല്ലോ, ഒരു പ്രശ്നവുമില്ല. എനിഹൗ, ബി കെയർഫുൾ. ഓക്കെ? என்ன കത്രീനെ എൻ കണ്ണ്. കത്രീനെ, എടി കത്രീനെ, എഴുന്നേറ്റ്. എടി ഒന്ന് എഴുന്നേക്കാൻ. ഹാവൂ, സമാധാനമായി. ഇനി സന്ധ്യ വരെ ഈ പണ്ടാരത്തിനെ കൊണ്ടുള്ള ശല്യം തീർന്നു. സോജ രാജകുമാരി സോജ, ഞാൻ ചെത്തുപൊഴച്ച പണ്ട, യമനെ പാത്തി ചിരിച്ച പണ്ട. എന്തായി? അവര് വരുന്നുണ്ട്. ചേടാ, ഉറക്ക ഗുളിക വേല ചെയ്തു തുടങ്ങി. 4 എണ്ണമാ പാലിൽ കലക്കി കൊടുത്തത്. ആശാനെ കാറ്റെങ്ങാനും പോവോ? എടാ, ഇതിനു മുമ്പും അത്യാവശ്യത്തിന് ഞാനിത് പ്രയോഗിച്ചിട്ടുള്ളതാ. നീ പേടിക്കാതെ. വേണേ 2 എണ്ണം നീയും കഴിച്ചു. എന്നാ പോ. ജിനി സരോജിനി വന്നാട്ടെ. സാർ വന്നാട്ടെ, വന്നാട്ടെ, ഇരുന്നാട്ടെ, പോയാട്ടെ. ചേട്ടാ, സരോജിനി, വന്നാട്ടെ. വീട് കൊള്ളാം. ആശാൻ കഷ്ടപ്പെട്ട് തട്ടിച്ചും വെട്ടിച്ചും തട്ടിക്കൂട്ടിയ കെട്ടിടമല്ലേ ഇത്? ഇതാ ആകെയുള്ള മൂലധനം. അതെ, മിടുക്കൻ. സരോജിനി എല്ലാം എന്നോട് പറഞ്ഞു.
എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. ഇരിക്കൂ. വേണ്ടായിരുന്നു. മോന്റെ കൂട്ടത്ര ശരിയല്ല. ഇവന്റെ മോന്ത നോക്കിയേ, കള്ള ലക്ഷണം. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. അത് ശരിയാ. ഇത്രയും കാലം വിശ്വസ്തനായി കൂടെ നിന്നതിന്റെ ഫലം. മോന് സ്വന്തക്കാരൊക്കെ ഉണ്ട്? സ്വന്തം ഭാര്യയും. സ്വന്തമായിട്ടൊരു ഭാര്യ പോലും ഇല്ലാന്ന് പറഞ്ഞതാ മമ്മു. ഇല്ലേടാ? ഞാൻ ഒറ്റ തടിയാ. അത് നന്നായി. പൊന്നുപോലെ വളർത്തിയ പെണ്ണാ സരോജിനി. അവളുടെ ഒരു തുള്ളി കണ്ണീര് വീണാൽ അന്ന് നീ ക്ലോസ്. അറിയാമേ, അതൊക്കെ സരോജിനി എന്നോടും പറഞ്ഞു. അപ്പോ കൂടുതലൊന്നും പറയണ്ട. തീയതി നിശ്ചയിച്ച് അറിയിക്കേ. കല്യാണാലോചനയ്ക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ പോയാലോ? നിങ്ങളാരാ? എന്റെ അയൽവാസി, ഒരു ദരിദ്രവാസി. നിങ്ങൾ കല്യാണം ആലോചിച്ച് വന്ന മണവാള ചെറുക്കന്റെ ഭാര്യ. കോവി ചേട്ടാ, നേരാണ് ഇവര് പറയുന്നത്? ചേട്ടാ, സരോ, ചേട്ടാ, സരോ, ചേട്ടാ, സരോ. അതങ്ങ് മനസ്സിൽ വെച്ചേരെ. പുതിയ പെണ്ണിനെ കണ്ടപ്പോ ഒരു പൂതിയിളക്കം. ദേ, ഇതൊന്നും എന്റെ അടുത്ത് നടക്കൂല. കത്രീനെ, ഉറക്കത്തിൽ നിന്ന് നീ എങ്ങനെ എണീറ്റു? പാലും കൊണ്ട് പുറകെ നടന്നപ്പോഴേ തോന്നി ഇതെന്താ വേലയാണെന്ന്. പാല് ഞാൻ പട്ടിക്ക് കൊടുത്തു. ദേ, പട്ടി അപ്പത്തോടുന്ന് ഉറങ്ങുന്നു. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നടി കത്രീനെ. രണ്ടാം കെട്ടിന് നടക്കുന്ന എംബോക്കികൾക്ക് ഇതും വേണം, ഇതിലപ്പുറവും വേണം. അങ്ങനെ പറയണ്ട കത്രീനെ ചേർത്തി. എംബോക്കി ഇതിയാനെ ചീത്തയാക്കുന്ന മുഴുവൻ താൻ ഒരുത്തന. എന്നിട്ട് തന്റെ ഒരു ഉപദേശം. ഞാൻ നല്ലോനാ. ഈ ചിത്രത്തിൽ കാണുന്ന ജ്വാല എന്നറിയപ്പെടുന്ന ജ്യോതി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഖ്യാപിത കുറ്റവാളിയാണ്. ഈ യുവതിയെ അറസ്റ്റ് ചെയ്യാൻ സഹായകമായ വിവരങ്ങൾ നൽകുകയോ പോലീസിൽ ഏൽപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 50,000 രൂപ പാരിതോഷികം നൽകുന്നതാണ്. IG ഓഫ് പോലീസ് കേരള. 50,000 രൂപ കിട്ടുന്ന കോളാ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോടാ മമ്മ. ആശാൻ പറയുന്നതിന് മുമ്പേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു പെണ്ണിനെ പിടിക്കാൻ ഇത്ര വലിയ പാടോ? അതത്ര ഈസിയല്ല. എടാ മമ്മു, കല്യാണത്തിന് മുമ്പ് എന്റെ കത്രീനെ പിടിക്കാൻ ഞാൻ പെട്ട പാടി എനിക്കല്ലേ അറിയാം. അത് കത്രീന. നമുക്ക് തമ്മിലൊരു ഒപ്പന്തം. ഈ പെണ്ണിനെ ഞാൻ പിടിച്ചാൽ 40,000 എനിക്കും 10,000 നിനക്കും. നീ പിടിച്ചു കൊടുത്താൽ 10,000 നിനക്കും 40,000 എനിക്കും. അത് ശരിയാവൂല. അതൊക്കെ ശരിയാകൂടാ. ശരിയാവില്ല. അതൊക്കെ ശരിയാവില്ല. അതൊക്കെ ശരിയാകൂടാ. അല്ല, ഈ പോസ്റ്ററിൽ കാണുന്ന പെണ്ണിനെ പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന ഷെയറിനെ കുറിച്ചുള്ള തർക്കമാണ്. ഞാൻ 10,000 എനിക്കും 40,000 ആശാനും. അത് സമ്മതിക്കുന്നില്ല. എന്നെ പിടിച്ചോ. മെഹബൂബ, 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 ഇത് ജ്വാല. Get up. ഞങ്ങൾ കൊച്ചു കൊച്ചു തെറ്റ് ചെയ്യുന്നവരാണ്. ഞങ്ങളോട് പൊറുക്കണേ. ഇത് ബ്രൗൺ ഷുഗർ അല്ല, ഉപ്പൊടിയാ. ഇത് അതുകൂടെ അല്ല, വാഷിംഗ് പൗഡറാണ്. ഞങ്ങളൊന്നും ചെയ്തേക്കല്ലേ. കുഞ്ഞിനാണ് സത്യം. അതെ. ഇനി ഇതുമായി എവിടെയെങ്കിലും കണ്ടാൽ തിരിഞ്ഞു നോക്കരുത്, ഓടിക്കോ. എനിക്ക് എന്താ ധൈര്യം കൂടി. വേഗം വാ, പ്രേരണ നേരായി. ഇത്രയും താമസിച്ചൊരു മദറിന്റെ വായിന്ന് കേൾക്കും. നമ്മൾ മനഃപൂർവ്വം അല്ലല്ലോ. ഗുഡ് മോർണിംഗ് മദർ. എന്റെ പേര് നടരാജ്. എനിക്കറിയാം. എന്താ കാര്യം? മദർ, ഇവിടത്തെ ഒരു പെൺകുട്ടിയെ കണ്ടു.
അവളെ കല്യാണം കഴിച്ച് അവൾക്കൊരു ജീവിതം കൊടുക്കണമെന്നുണ്ട്. അവൾക്കൊരു ജീവിതം കൊടുക്കാനാണോ അതോ അവളെ വെച്ച് തനിക്ക് ജീവിക്കാനാണോ? കുഞ്ഞാടിനെ വളർത്താൻ കശാപ്പുകാരനെ ഏൽപ്പിച്ച കഥയാവും. മദർ, അഭിനയിക്കണ്ട. താൻ ആരാണെന്ന് എനിക്കറിയാം. ജയിലിൽ വെച്ച് എത്രയോ പ്രാവശ്യം തന്നെ ഞാൻ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആള് മാറിയതാവും. ജയിൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഒരംഗമാണ് ഞാൻ. ഒരിക്കൽ ജയിലിൽ പോയ ഒരുത്തര് നന്നായിക്കൂടെ? പാപികളെ കൈക്കൊള്ളാനല്ലേ ക്രിസ്തു പറഞ്ഞത്? അത് മാനസാന്തരപ്പെട്ടു വരുന്ന പാപികളെ, തന്നെ പോലെ പാപമേ ചെയ്യൂ എന്ന് വ്രതമെടുത്തവരെയല്ല. ഇതുവരെ മര്യാദയ്ക്ക് സംസാരിച്ചു. തള്ള കേൾക്കുന്ന ലക്ഷണമില്ല. എന്നെ പേടിപ്പിക്കണ്ട. കൂടെ പുറത്ത്. ചേച്ചി, അവനാണത്, എന്റെ അനിയത്തെ തട്ടിക്കൊണ്ടുപോയവൻ. അവനെ പിടിച്ച എന്റെ അനിയത്തെ രക്ഷിക്കാം. നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല അത്. എനിക്ക് നാണമാവുന്നു സാർ. അങ്ങനെ നാണിച്ച സിനിമ നടിയാകാൻ പറ്റില്ല. നിനക്ക് നടിയാവണോ വേണ്ടേ? അതാദ്യം പറ. വേണം സാർ. എങ്കിൽ പറയുന്ന പോലെ ചെയ്യണം. ശരി, നീ ഒരു പോസ് ചെയ്തേ, കാണട്ടെ എങ്ങനെയുണ്ടെന്ന്. എനിക്കറിയില്ല സാർ. ആക്രമണം ചെയ്യുന്നു. ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യും. ഞാൻ റൗഡിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എങ്കിൽ അല്പം റൗഡിത്തരമാകാമെന്ന് ഞാനും വിചാരിച്ചു. നോക്കി നിൽക്കാതെ പിടിച്ച് കേരള വണ്ടിയിലേക്ക്. ഒറ്റ ഒരുത്തൻ അനങ്ങിപ്പോരുത്. നിങ്ങൾ ഇത്രയും പേരുള്ളപ്പോൾ ഇവന്മാരെ എന്തിനു ഭയപ്പെടണം? കത്തി കാട്ടി പേടിപ്പിച്ച ഞങ്ങൾ എന്ത് ചെയ്യും? കാലിൽ കിടക്കുന്ന ചെരുപ്പില്ലേ, മുറ്റമടിക്കുന്ന ചൂലില്ലേ, ചെരവയില്ലേ, വെട്ടുകത്തിയില്ലേ? നിങ്ങൾ ഒറ്റക്കെട്ടായി ഒന്ന് എതിർത്ത് നോക്ക്. അപ്പൊ കാണാം ഇവന്മാരുടെ ധൈര്യം. പവിത്രമായ ഈ സ്ഥലം ഒരു രക്തകളമാക്കരുതെന്ന് കരുതിയാണ് ഞാൻ അവരെ വെറുതെ വിട്ടത്. മദർ എന്നോട് ക്ഷമിക്കണം. വരരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും വന്നതിന് മാപ്പ് തരണം. ജ്യോതി, നീ ചെയ്യുന്നത് ആരുടെ കണ്ണിൽ തെറ്റായിരുന്നാലും ദൈവത്തിന്റെ മുന്നിൽ ശരിയാണ്. കർത്താവ് നിനക്ക് നല്ല വഴി കാണിക്കട്ടെ. നടരാജനാണ് നന്ദിനിയെ കൂട്ടിക്കൊണ്ടുപോയതെങ്കിൽ അവൾ തീർച്ചയായും ഗജരാജന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. നമുക്കത്ര എളുപ്പത്തിൽ കടന്നു ചെല്ലാവുന്ന സ്ഥലമല്ലല്ലോ അത്. പിന്നെ എന്ത് ചെയ്യും? ആ പാവം പെണ്ണിനെ അവർ വഴിയുണ്ടാക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ഭാസ്കരനെ ഇങ്ങോട്ട് വിട്ടാൽ മതി. നീ ഇവിടെ വരരുത്. ഞാനും ഗജരാജന്റെ ടാർഗറ്റ് ആണെന്നുള്ളത് അറിയാമല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ മതി. സാരതൊന്ന് വായിച്ചു നോക്കണം. കോർട്ട് ഓർഡർ. എന്തിനുള്ള ഓർഡർ? ഗജരാജ് വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ മോചിപ്പിക്കാനുള്ള ഉത്തരവ്. ഇന്ന് തന്നെ നന്ദിനിയെ കോടതിയിൽ ഹാജരാക്കണം. അല്ലെങ്കിൽ കോർട്ടലക്ഷ്യമാവും. തിന്ന ചോറിന് നന്ദി കാണിക്കാൻ പറ്റാത്തതിൽ വിഷമം
അല്ലേ ഇൻസ്പെക്ടർ? ബഹുമാനപ്പെട്ട കോടതിയാണ് ഇയാൾ അപമാനിച്ചിരിക്കുന്നത്. നിയമം കാക്കേണ്ട നിങ്ങൾ ഇത് നോക്കി നിൽക്കുന്നു. അറസ്റ്റ്. എടോ വക്കീലേ, തന്റെ നീതി നിയമമൊക്കെ ഈ പടിക്ക് പുറത്ത്, ഈ മതിൽക്കെട്ടിനകത്ത് അതൊന്നും ബാധകമല്ല. ഞാനിത് കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അതൊക്കെ ഇവിടുന്ന് പുറത്തു പോയാലല്ല വക്കീലെ, പിടിച്ചു കെട്ടണം അവനെ. അതിനേക്കാൾ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോ. ഒരു ആദർശധീരൻ. കോടതി ഉത്തരവുമായി പോയ അഡ്വക്കേറ്റിനെ ഇനിയും കാണുന്നില്ലല്ലോ. ഇത്രയും വൈകാൻ ന്യായമില്ല. ഗജരാജിന്റെ ബംഗ്ലാവിൽ വെച്ച് എന്തെങ്കിലും അപകടം? പോലീസിനും കൂട്ടി അല്ലേ പോയത്? വേലി തന്നെ വിളവ് തിന്നുന്ന കാലം. അറിയാൻ എന്താ ഒരു മാർഗം? വരൂ. നന്ദിനി ഇവിടെ? അവനെ കൊന്നു അല്ലേ? മിടുക്കി. നീനെ ചേട്ടൻ അറിയുമോ? നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നീ എന്തിനാണത് ചെയ്തതെന്ന് ഞങ്ങളോട് പറയാവുന്നതാണെങ്കിൽ പറയൂ. എന്തായാലും പേടിക്കണ്ട. നിനക്ക് എന്റെ കൂടെ ജീവിക്കാം. ഇനി ഒരു ജീവിതമോ? അതും ഞാൻ ചെയ്ത കടുങ്കൈന് ശേഷം? അത് ഓർക്കുമ്പോ ഞാനുമായുള്ള അടുപ്പം എന്റെ വീട്ടുകാർ കണ്ടുപിടിച്ചു. അവരുടെ എതിർപ്പിനെ അവഗണിച്ച് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. വലതുകാല് വെച്ച് കയറും. ഇനി എനിക്ക് നീയും, നിനക്ക് ഞാനും മാത്രം. എന്നും അങ്ങനെ തന്നെയായിരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. നമുക്കൊരു കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരുടെ എതിർപ്പൊക്കെ മാറുമല്ലേ? എന്റെ മുരളി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ആരും വേണ്ട. മുരളി ഇന്ന് ബാങ്കിൽ പോകുന്നില്ലേ? എനിക്കൊരു അബദ്ധം പറ്റി. എന്താ മുരളി? അത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് 25,000 രൂപ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഓഡിറ്റിംഗിൽ അത് കണ്ടുപിടിച്ചു. ആ എമൗണ്ട് തിരിച്ചടയ്ക്കാതെ ഇനി ഇതാ, ഇത് കൊണ്ടുപോയി വിറ്റ് ആ പണം തിരിച്ചടയ്ക്കൂ. 25,000 രൂപ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നതല്ലേ ദാസ. ഇനി ഒരു 10,000 രൂപ കൂടി ഉടനെ ഞാൻ ഇവിടെ നിന്നുണ്ടാക്കാനാ. അതൊന്നും എനിക്കറിയില്ല. ബാങ്കിൽ ജോലി ചെയ്യുന്ന നിനക്ക് കാശുണ്ടാക്കാനാണോ പ്രയാസം? ഓരോരുത്തന്മാരും ലക്ഷങ്ങളാ വെട്ടിക്കുന്നത്. എങ്കിൽ ശരി, നീ ഉടനെ താ പ്ലീസ്.
ദാസ കുറച്ചു മതി, ഒരു നുള്ളെങ്കിലും താ. എന്റെ കയ്യിലുള്ളതെല്ലാം തന്നു കഴിഞ്ഞു. ബാങ്കിലെ ജോലിയും പോയി, എന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. ഒന്നും നുണ പറയരുത്. ഒരു നിധി കയ്യിൽ വെച്ചുകൊണ്ട് പിച്ച തെണ്ടുന്ന മണ്ടൻ. നിധിയോ? സുന്ദരിയായ നിന്റെ ഭാര്യ. ദാസ ചൂടായിട്ടൊന്നും കാര്യമില്ല. മുരളി, എന്റെ മുതലാളിയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം. ബ്രൗൺ ഷുഗർ ഉണ്ടാക്കുന്ന ഫാക്ടറി തന്നെ മൂപ്പർക്ക് സ്വന്തമായുണ്ട്. കൂട്ടത്തിൽ പുള്ളിക്കാരിയെ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അത് നിനക്ക് കാര്യം നടക്കണ്ടേ? വേണം. ലീനെ, എനിക്കൊരു ഡോക്ടറെ കാണണം. എന്താ മുരളി, സുഖമില്ലേ? എനിക്ക് മതിയായി. ഈ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുമൊക്കെ എനിക്ക് രക്ഷപ്പെടണം. പഴയ പോലെ എനിക്കൊരു മനുഷ്യനായി മാറണം. എന്റെ കൂടെ നീയും വരണം. വരൂ. ഇത് ഞാൻ പറഞ്ഞ മുരളി. നമസ്കാരം. ഇത് ഭാര്യ. ദാസ ഇവരെ കൺസൾട്ടിംഗ് റൂമിലെടുത്തു, ഞാൻ വരാം. വരൂ. മിസസ് മുരളി, 1 മിനിറ്റ്. എനിക്ക് തനി അല്പം സംസാരിക്കാനുണ്ട്. ഒരു പെണ്ണിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം. അവിടെ നടന്നതിനൊക്കെ ഞാനും സാക്ഷിയായിരുന്നു. നീ ഭാഗ്യവാനാടാ മുരളി. നിന്റെ ഭാര്യയെ മുതലാളിക്ക് പിടിച്ചതോടെ നിന്റെ നല്ല കാലം തുടങ്ങി. ബുദ്ധിയുള്ളവർ അവസരം പാഴാക്കരുത്. എന്നെ നോക്ക്, ജയം മുതലാളിയുടെ വിശ്വസനായിരുന്നു ഞാൻ. തക്കം വന്നപ്പോ കാലുമാറി. ജയനെ ഇവിടത്തെ മുതലാളിയുടെ കുടുക്കിൽപ്പെടുത്തി. ഇന്ന് എന്റെ നില നോക്ക്, ഒന്നിനും ഒരു കുറവുമില്ല. സുഖം, സ്വസ്ഥം. എങ്ങനെ ഉണ്ടായിരുന്നടി കമ്പനി? ഇനി നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഓടിക്കളയാം. എന്താ എന്താടി നോക്കി പേടിപ്പിക്കുക? ഇതെന്താ ലോകത്തെങ്ങും നടക്കാത്ത? ഇവരുടെ ഭാവം കണ്ട ആകാശം ഇടിഞ്ഞു വീണെന്ന് തോന്നുന്നു. ഇവിടെന്താ വലിയ ചാരിത്രവതി? അവരെല്ലാം പുറത്തുപോയ തക്കത്തിന് ഞാൻ രക്ഷപ്പെട്ടു. ദാസൻ 30 വെള്ളിക്കാശിനായി ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസ്. ജ്യോതി, എപ്പോൾ വേണമെങ്കിലും ദാസന്റെ കണക്ക് തീർക്കാം. രക്ഷിക്കേണ്ടത് നന്ദിനിയാണ്. നന്ദിനിക്ക് എന്തു പറ്റി? അവളെ നാളെ ഗജരാജന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുന്നുണ്ട്. സാർ, വിഷമിക്കണ്ട, എല്ലാറ്റിനും വഴിയുണ്ടാകാം. ഇനിയിപ്പോ അടിവെച്ച് അങ്ങോട്ട് കയറ്റമല്ലേ? ആദ്യം മലയാളം, പിന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി. സൂപ്പർ ആവൂലേ? അപ്പൊ ഈ പാവങ്ങളെ കൂടി ഒന്ന് ഓർക്കണേ. ചേട്ടന്മാരുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല.
അതേ മുതലാളി, നരേന്ദ്രനും ജ്യോതിയും തന്നെ. നന്ദിനി അവർ രക്ഷപ്പെടുത്തി. ആശാൻ ഈ കൊച്ചുകൂടി പങ്കാളത്ത് ഇവിടെ വന്ന് കിടക്കണോ? ഞാൻ എവിടെയൊക്കെ തപ്പി ഒരു കോളൊപ്പിച്ചിട്ടുണ്ട്. ഒരു കോളും വേണ്ട. ആൾമാറാട്ടം, മോഷണം, തട്ടിപ്പ് ഇതൊക്കെ നടത്തി കുറെ മൂലധനം ഉണ്ടാക്കി. ധനമൊക്കെ പോയി. ഇപ്പോ ഞാൻ നന്നാകാൻ തീരുമാനിച്ചു. ആ ഇരിക്കുന്ന കോവൈ തോമസ് അല്ലേടോ? അതെ സർ, കൂടെ ഇരിക്കുന്നത് ശിങ്കിടി മമ്മു. മാസാവസാനം കേസിന്റെ എണ്ണ ഒപ്പിക്കണം. രണ്ടിനെയും കുത്തിന് പിടിച്ചകത്തിട്. ദേ, കാലമാടന്മാര് നമ്മുടെ നേരെയാണല്ലോ. മനുഷ്യനെ നന്നാകാൻ വിടില്ല. എന്തു ആശാനെ? ഇവന്മാർക്ക് പിടികൊടുക്കുന്നതിനേക്കാൾ നല്ലത് വല്ല ആറ്റിലും ചാടി ചാകുന്നതാ. ആറ്റിലോ? അല്ല, പോടാ. സർക്കാർ ജീപ്പും കൊണ്ടുവന്ന് ക്ഷണിച്ചാ വരാതിരിക്കാൻ പറ്റുമോ? കയ്യിലുണ്ടായിരുന്നത് മൊത്തം ഊറ്റി. എന്നിട്ട് ഈ ചതിയോ? അതും നന്നാകാൻ തീരുമാനിച്ച ഇന്ന്. മിണ്ടരുത് രണ്ടും. എല്ലാം സ്റ്റേഷനിൽ വന്നിട്ട് കേറാൻ വേണ്ടി. സാറേ, ആൾക്കാർ വരുന്നതിന് മുമ്പ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാനക്കേടാ. അതെപ്പോഴേ പോയി. അതാ ആരോ വരുന്നു. എന്താ കോവൈ തോമസ് പോലീസ് ജീപ്പിലൊക്കെ ഒരു സവാരി? അനന്തൻ സാറേ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഒരു മഞ്ഞ ഷാളിട്ട താടിക്കാരൻ. എനിക്ക് ബോസ് സ്മഗ്ലിംഗ്. ഇയാളാ. എടാ മമ്മു, എനിക്കൊരു സംശയം. എങ്ങനാ നിന്റെ തലമുടി കറുപ്പ്, ഇത് മട്ടും വെള്ള? ഇത് ജനിച്ചപ്പോഴേ ഉള്ളതാ. ഫാമിലി പ്രോബ്ലം. സാറേ, അനന്ത സാറേ. സാറേ സാറേ അനന്ത സാറേ. സാറേ സാറേ, ഒരു അപേക്ഷയുണ്ട്. എന്താണ്? ഈ താക്കോല് വേണം. തട്ടിപ്പ്, ആൾമാറാട്ടം, കള്ളനോട്ടടി, 7 വർഷത്തേക്കുള്ള വകുപ്പുകളുണ്ട്. മോങ്ങാൽ അകത്ത് കിടക്കണ റാസ്കൽസ്. ഈ പറഞ്ഞതെല്ലാം വെറും ചീള് കേസ്. ആഹാ, നീ പഠിച്ച കള്ളനാണല്ലോടാ. സാറിനെക്കാളൂ ഊതല്ലേ? സാറേ സാറേ, ഇൻസ്പെക്ടർ സാറേ, ജാമ്യത്തിൽ ഇറങ്ങുന്നത് വരെ രാത്രിയിൽ എന്നെ ലോക്കപ്പിൽ ഇടരുത്. ഇവര് ഒരു ടൈപ്പാണ് ആള്. അല്ല, അപ്പോഴേ 5 സ്റ്റാറിൽ ഒരു AC റൂം ആയാലോ? അത് ബെറ്റർ. കറക്റ്റ്. ഇതെന്താ സാംസ്കിറ്റോ? എന്റെ സാറേ, പെണ്ണുമ്പുള്ള വീട്ടിൽ ഒറ്റയ്ക്ക. കാലം കെട്ട കാലം. രാത്രിയിൽ വീട്ടിൽ പോയി, കാലത്തെ ഞാൻ ഇവിടെ വരാം. ഈ കോവ തോമസ് പറഞ്ഞതാ ഇല്ലേ? ആലോചിക്കാം. നിന്റെ ഭർത്താവ് പുറത്തു വരണമെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞതവൻ 7 വർഷം അകത്ത് കിടക്കും. എന്തു പറയുന്നു? നിന്റെ കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. രാത്രി ഞാൻ വരും. കഥ കൂട്ടിയിടണ്ട. എന്താ ഒരു പരുങ്ങൽ? അല്ല, സീതയ്ക്ക് നന്ദിനിയും കൂട്ടി വീട്ടിൽ പോയാ കൊള്ളാവുന്ന.
ഞാൻ ഇവിടുന്ന് എങ്ങും വരണില്ല. ഞാൻ ആരെയും തടയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. നിങ്ങളുടെ സന്തോഷമാണ് എന്റേത്. നരേന്ദ്രൻ സാറിനെ ഗജരാജിന്റെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി. വീട്ടിലേക്ക് പോരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെയെങ്കിലും സാറിനെ രക്ഷിക്കണം. കൊല്ലാൻ വരെ അവൻ മടിക്കില്ല. നിനക്ക് വിവരമുണ്ട്. അവളുടെ ഒരു നാളം. സർക്കിൾ സർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? എടീ, അഡ്വക്കേറ്റ് നരേന്ദ്രൻ എവിടെ? ഞാൻ പറയാം. നരേന്ദ്രൻ ഗജരാജിന്റെ ഗ്ലാസ് ഫാക്ടറിയിലാണ്. ഒന്ന് പറയിപ്പിക്കേ. പറയണ എവിടെ ജോലി? എനിക്കറിയില്ല. അവൻ പറയില്ല സാർ. അവളുടെ ഗോഡ് ഫാദർ അല്ലേ? ഗോഡ് ഫാദറെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിനക്ക് ഇനിയും സമയമുണ്ട്. You can't make me drop a single word from my mouth, you bloody rascal. Last chance, Advocate Mr. Narendran. Kill that bloody bitch!
ചേട്ടാ